11 Physics. Class number P105, Kinetic Interpretation of Temperature and Degrees of Freedom of a Gas. Kinetic Interpretation of Temperature and Degrees of Freedom. Class 11 Physics for HSC, CBSE and ISC students. Chapter 13, Behavior of Perfect Gases. ആൻഡ് കൈനറ്റിക് തിയറി. അപ്പോൾ കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി പറയുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഗ്യാസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ പറയുക, വ്യാഖ്യാനിക്കുക എന്നാണ് പറയുന്നത്. കൈനറ്റിക് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി മോളിക്യൂൾ. ദ കൈനറ്റിക് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി മോളിക്യൂൾസ്. അതായത് ഒരു ഐഡിയൽ ഗ്യാസിലുള്ള ഗ്യാസ് മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി അതിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലാണ്, ആനുപാതികമാണ്. അതാണ് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ, വോളിയം ആൻഡ് നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഗ്യാസിൻ്റെ നേച്ചർ, പ്രഷർ, വോളിയം അതിനെയൊന്നും കൈനറ്റിക് എനർജി ആശ്രയിക്കുന്നില്ല, ടെമ്പറേച്ചറിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. സച്ച് എ കൈൻഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിനെ മാത്രം കൈനറ്റിക് എനർജി ആശ്രയിക്കും. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെ മാത്രമാണ്, പ്രഷറിനെ, വോളിയത്തിനെ, ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി പറയുന്ന ഇങ്ങനെ നോക്കുക. കൈനറ്റിക് എനർജി ഓഫ് എ മോൾ ഓഫ് ഗ്യാസ്, 1 gram molecule ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി എന്താണ് എന്ന് പറയുകയാണ്. ഫ്രം കൈനറ്റിക് തിയറി ദ പ്രഷർ വി ഹാവ് സീൻ P is 1/3 rho c square bar. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി M/V ആണ്, മോളാർ വോളിയം ബൈ മോളാർ മാസ് ബൈ മോളാർ വോളിയം, ഹാഫ് എം ബൈ V c square bar, where M is the mass of 1 mole of substance and V is the molar volume. So PV cross multiply 1/3 capital M c square bar. PV is RT, that you know, that is MC square bar. MC square bar is 3RT. Kinetic energy is half mv square. So we multiply by 1/2 both sides, that is 3/2 RT. Half mc square bar, half mc square bar, 3 RT by 2. That is kinetic energy. Mean kinetic energy of gas molecule, 1 mole gas. 1 mole gas is 3/2 RT. 1 mole gas is 3/2 RT, average kinetic energy. ഇനി kinetic energy of molecule. അപ്പോൾ ഒരു മോളിൻ്റെ, ഒരു ഗ്രാം മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജിയാണ് 3/2 RT എന്ന് പറഞ്ഞത്. ഇനി ഒരു മോളിക്യൂൾ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഒരു മോൾ എടുക്കുമ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ N മോളിക്യൂളുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ N അവഗാഡ്രോ നമ്പർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ 1 mole ഓഫ് സബ്സ്റ്റൻസ് ദെയർ ആർ ക്യാപിറ്റൽ N മോളിക്യൂൾസ്. N is the Avogadro number, where N is the Avogadro number. That you know, 6.023 into 10 raised to 23. Avogadro number is 6.023 into 10 raised to 23. Therefore, kinetic energy of a molecule is 3RT by 2N. That is 3/2 kT. R by N is equal to K. K is equal to Boltzmann's constant. അത് പഠിക്കണം. അപ്പോൾ അത് വെച്ചുള്ള പ്രോബ്ലം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൂടി നമ്മുടെ സിലബസിൽ, ഈ പ്രാവശ്യം സിലബസിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് പാർട്ടിക്കിൾ എന്ന് പറയും, ഗ്യാസ് മോളിക്യൂൾ എന്നൊക്കെ പറയും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ ഡൈനാമിക്കൽ സിസ്റ്റം ആർ ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് are required in order to describe the position or motion of the system completely. ഒരു പാർട്ടിക്കിളിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു സിസ്റ്റത്തിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ മോഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര വേരിയബിൾ വേണം, എത്ര പാരാമീറ്റേഴ്സ് വേണം, എത്ര ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് വേണം, അവയെ വിളിക്കുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ ഡൈനാമിക് സിസ്റ്റം ആർ ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് required in order to describe the position
or motion of the system completely. To understand the concept of degrees of freedom, consider the following example. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മനസ്സിലാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് ഒരു ആൻഡ്, ഒരു ഉറുമ്പ്. An ant moving on a stick we can specify in position by knowing the displacement along the line from one end of the stick. ഒരു വടിയിലൂടെ ഒരു ഉറുമ്പ് പിന്നെ ഇങ്ങനെ നിരങ്ങി പോവുകയാണെങ്കിൽ, ക്രോൾ ചെയ്യുകയാണെങ്കിൽ, അത് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ പൊസിഷൻ കാണിക്കുന്ന ഡിസ്റ്റൻസ് കൊണ്ടാണ്. ഒരു പാരാമീറ്റർ മതി, ഒരു ഡയറക്ഷൻ മതി അതിന് പോകാനായിട്ട്. വി സേ ദ ആൻഡ് ഹാസ് ഓൺലി 1 degree of freedom. അപ്പോൾ 1 dimensional മോഷനിൽ ആൻഡ് ഒരു ദിശയിലേക്കാണ് പോകുന്നത്, എക്സ് കോർഡിനേറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ആൻറ്റിന് ഒരു ഡയറക്ഷൻ മാത്രം, അപ്പോൾ 1 degree of freedom ഉണ്ടെന്ന് പറയും. ഇഫ് യു കൺസിഡർ ആൻ ആൻഡ് മൂവിങ് ഓൺ എ ടേബിൾ, ഒരു ടേബിളിൽ ചലിക്കുകയാണെങ്കിൽ 2 ദിശ ഒരു പ്രതലത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എക്സ് വൈ കോർഡിനേറ്റ് വേണം, 2 എണ്ണം വേണം, 2 ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ 2 degrees of freedom എന്നാണ് പറയുന്നത്. If we consider an ant moving on a table, to locate its position completely at any instant, we must specify the displacement along x and y axis. Thus, in this case, we say the ant has 2 degrees of freedom. അപ്പോൾ ഒരു ടേബിളിൽ, ഒരു പ്രതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ആൻറ്റിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ 2 കോർഡിനേറ്റ് വേണം, അല്ലെങ്കിൽ 2 ഡയറക്ഷനിൽ ചലിക്കാം. അപ്പോൾ 2 degrees of freedom ഉണ്ടെന്ന് പറയും. ഇനി എ ഫ്ലൈ ഓർ ബി ഫ്ലൈയിങ് ഇൻ സ്പേസ്. ഇപ്പോൾ സ്പേസിൽ ഒരു ഫ്ലൈ ഉണ്ടെങ്കിൽ അത് ഗ്യാസ് മോളിക്യൂൾ പോലെയാണ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ. അതിന് 3 ദിശയിൽ ചലിക്കാം, അതിന് 3 degree of freedom ഉണ്ട്. ഇഫ് യു കൺസിഡർ എ ബി ഫ്ലൈയിങ് ഇൻ സ്പേസ്, ഇറ്റ്സ് പൊസിഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ക്യാൻ ബി determined by knowing the displacements along 3 principal directions, x, y and z. Hence the B has 3 degrees of freedom. അപ്പോൾ ഒരു ഫ്ലൈ, ഒരു ബി സ്പേസിൽ ചലിക്കുകയാണെങ്കിൽ അതിന് എക്സിലും വൈയിലും ഇസഡിലും ചലിക്കാം. 3 കോർഡിനേറ്റ് വേണം അതിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അതിന് 3 degrees of freedom ഉണ്ടെന്ന് പറയും. ഒരു മോണോഅറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ ഈ ബി പോലെയാണ്. ഒരു മോണോഅറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ സ്പേസിൽ പറക്കുന്ന ഒരു ഫ്ലൈ പോലെയാണ്. അപ്പോൾ അതിന് 3 degree of freedom വേണം അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ മോഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ. ഇനി നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് പർട്ടിക്കുലറായിട്ട് പറയുമ്പോൾ, ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് മോണോ ആറ്റമിക്, രണ്ടാമത് ഡയാറ്റമിക്, മൂന്നാമത് ട്രൈ അറ്റമിക് അല്ലെങ്കിൽ പോളി അറ്റമിക്, 3 കൂടുതലോ പോളി അറ്റമിക്. ഇവയ്ക്ക് എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ഗ്യാസ് മോളിക്യൂൾ, ആദ്യം മോണോ ആറ്റമിക് സിംഗിൾ പാർട്ടിക്കിൾ, 3 degree of freedom മതി. ഇത് the molecule of monoatomic gas such as helium, neon, argon, etc. has only 1 atom. Monoatomic gas is 1 atom in the molecule. It is capable of only translatory motion in free space. Translatory motion മാത്രം നടത്തും. Hence it has 3 degrees of freedom. ഒരു ഫ്ലൈ പോലെ അതിന് 3 degree of freedom എന്ന് പറയും. ഇനി ഡയാറ്റോമിക് മോളിക്യൂൾ 3 ട്രാൻസ്ലേറ്ററി മോഷൻ, 2 റൊട്ടേറ്ററി മോഷൻ ഉണ്ട്. ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ് ഈ പടത്തിൽ ഞാൻ ആ ഡോട്ട് ഇട്ട് 2 സർക്കിളിട്ട് കാണിച്ചിരിക്കുന്നത്. എക്സ് ഡയറക്ഷനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈ ഡയറക്ഷനും ഇസഡ് ഡയറക്ഷനും അവിടെ ഓയിസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് ദിശയിൽ കിടക്കുന്ന ഒരു ഡയാറ്റോമിക് മോളിക്യൂള് അതിന് വേണമെങ്കിൽ എക്സിലും വൈ ഇസഡിലും ചലിക്കാം. പക്ഷേ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സിൽ റൊട്ടേഷൻ അലൗഡ് അല്ല, ഇസഡിലും വൈയിലും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ 2 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അതിവിടെ വായിക്കാൻ മനസ്സിലാകും. ദി മോളിക്യൂൾസ് ഓഫ് എ ഡയാറ്റോമിക് ഗ്യാസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ എക്സെട്ര ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 atoms joined rigidly through a bond. ഒരു ബോണ്ട് കൊണ്ട് 2 ആറ്റമുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഡയാറ്റോമിക് മോളിക്യൂൾ. The molecules can have 3 translational motion, but in addition it can rotate in any one of the 3 coordinate axes. However, the moment of inertia about the
about the axis joining the atom is negligible. അപ്പോൾ ഏത് ദിശയിൽ കിടക്കുന്നു അവിടെ റൊട്ടേഷൻ എടുക്കാറില്ല. ഹെൻസ് ഇറ്റ് can have practically two rotational motions. Thus a diatomic molecule has 5 degrees of freedom. ഇപ്പോൾ 3 ട്രാൻസ്ലേഷൻ ഉണ്ട്, 3 ട്രാൻസ്ലേഷൻ ഉണ്ട്, 2 റൊട്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് 5 ഡിഗ്രീസ് ഫ്രീഡം ഉണ്ട്. അത് ഏത് ദിശയിൽ കിടക്കുന്നു ആ ദിശയിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണക്കാക്കേണ്ട കാര്യമില്ല. അവിടെ ആ ആക്സിൽ അത് റൊട്ടേറ്റ് ചെയ്യാറില്ല, മറ്റു ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 ട്രാൻസ്ലേഷണൽ, 2 റൊട്ടേഷണൽ. അങ്ങനെ ഡയാറ്റമിക് മോളിക്യൂളിന് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി a polyatomic molecule, triatomic molecules such as CO2, NH3, SO2, etc. can rotate in any of the 3 coordinate axes. Hence, it has 6 degrees of freedom, 3 translational and 3 rotational. അതായത് ഒരു ട്രയാറ്റമിക് മോളിക്യൂൾ നോക്കി അതൊരു സിംഗിൾ പാർട്ടിക്കിളായിട്ട് വിചാരിച്ചാൽ 3 ട്രാൻസ്ലേഷൻ മോഷൻ, പിന്നെ 3 ആക്സ് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ലൈൻ ഈ ആക്സിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അവിടെ റൊട്ടേഷൻ അലൗഡാണ്. 3 റൊട്ടേഷൻ ഉണ്ട്, 3 ട്രാൻസ്ലേഷൻ ഉണ്ട്, 3 റൊട്ടേഷൻ ഉണ്ട്. ട്രയാറ്റമിക് മോളിക്യൂളിന് ആകെ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി ലോ ഉണ്ട്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഫോർ എ ഡൈനാമിക് സിസ്റ്റം, in thermal equilibrium, the total energy of the system is equally divided among the various degrees of freedom. For a dynamic system in thermal equilibrium, the total energy of the system is equally divided among the various degrees of freedom. ഒരു ഡൈനാമിക് സിസ്റ്റത്തിൽ അതിൻ്റെ ആകെ എനർജി, ഒരു ഗ്യാസ് മോളിക്യൂൾ തന്നെ, അതിൻ്റെ ആകെ എനർജി ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും തുല്യമായിട്ട് വീതിക്കപ്പെടും. The share of each degree of freedom, the energy share of each degree of freedom is half kT, where k is the Boltzmann's constant and T is temperature. അപ്പോൾ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി ഹാഫ് kT ആണ് എന്ന് പറയുന്നതാണ് ഈ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഈ സെൻറ്റൻസ് പഠിച്ചാൽ മതി. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് for a dynamic system in thermal equilibrium, the total energy of system is equally shared among the various degrees of freedom, and energy associated with the 1 degree of freedom is half kT. അപ്പോൾ ഒരു ഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ആകെ എനർജി എല്ലാ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും തുല്യമായിട്ട് വിധിക്കപ്പെടും. 1 ഡിഗ്രി ഓഫ് ഫ്രീഡമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ബന്ധപ്പെടുന്ന എനർജി ഹാഫ് kT ആണ്. അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻഡയറക്റ്റ് കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്: explain kinetic interpretation of temperature. Number 2, what is meant by degrees of freedom of a particle? Number 3, give the values of degrees of freedom of mono, di and triatomic molecules. Number 4, state the law of equipartition of energy. Number 6, write an expression for kinetic energy of 1 mole of pyruvate gas, which is 3/2 RT. 3/2 RT. That is all with your class number P105. Thank you very much.